നിങ്ങളിപ്പോൾ സൈഡിൽ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ടാവും. ഒരിക്കലും ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ തൻ്റെ സിനിമയുടെ പ്രൊമോഷൻ വേദിയിൽ പുറത്തേക്ക് കാണുമ്പോൾ ബ്രാ ധരിക്കാത്ത തരത്തിലുള്ള ഒരു വസ്ത്രം കാണുമ്പോൾ തോന്നുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു വസ്ത്രം ധരിച്ച് വൈറലായതാണ് അല്ലേ? ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ഡയലോഗ് അടിച്ചുകൊണ്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് കമൻറ്റുകളെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നെഗറ്റീവ് കമൻറ്റ് അടിക്കുന്നവർ അടിക്കട്ടെ, ഞാൻ ചില്ലാണ്, അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു, അവരുടെ കാര്യം എനിക്ക് നോക്കാനില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതായത് മറ്റുള്ള ആളുകൾ എന്ത് പറയുന്നു എന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി എനിക്ക് ജീവിക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു സാരാംശം അല്ലേ? പക്ഷെ എന്ത് ചെയ്യാനാ, നിർഭാഗ്യവശാൽ അതിൽ കമൻ്റ് ഇടുന്ന ആളുകളെല്ലാവരും പറയുന്നത് വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകളാണ്. പോയി സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോയി പോലും നിൽക്കരുത്, അയാൾ നിന്നെ പിടിച്ചു പിന്നെ 4 കുത്തുകളാണ്. അതായത് സ്വന്തം അച്ഛൻ്റെ അടുത്ത് ഇങ്ങനത്തെ വസ്ത്രം ധരിച്ചു പോയാൽ സ്വന്തം മകളെ പോലും പീഡിപ്പിക്കുമെന്നാണ് ഈ പറയുന്നത്. ഇത് സുമോദ് കാർത്തികേയൻ എന്ന് പറഞ്ഞ ഒരാളാണ് കമൻറ്റ് ചെയ്തത്. ഈ ഒരു കമൻറ്റ് ഇട്ട ആളുകളുടെ ഒരു DPയും ഞാനിവിടെ ബ്ലറാക്കാൻ തയ്യാറാവില്ല. കാരണം ഒരാളെ സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിലേക്ക് കടന്നു കയറി അവിടെ കയറി കസേരട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണേ. അവർ വിളിക്കുന്ന തെറികളാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ്. കാരണം ഈ ഒരു കാലഘട്ടത്തിലുള്ള പിള്ളേരൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? അവരുടെ വസ്ത്രധാരണത്തിന് വലിയ മാറ്റമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, അതൊന്നും ഇവിടെയുള്ള ഇത്തരം ആളുകൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ഇത്തരം വസ്ത്രങ്ങൾ വരാൻ അധികം കാലമൊന്നും വേണ്ടി വരില്ല. അത് വരും. കാരണം സ്വാതന്ത്ര്യം അത് ശരിക്ക് ആസ്വദിക്കുന്ന ആളുകളാണ് ന്യൂ ജനറേഷൻ. ന്യൂ ജനറേഷൻ എല്ലാ കാലഘട്ടത്തിലും ഓരോ ജനറേഷൻ ഉണ്ടാവും അല്ലേ? അങ്ങനെ മാറി 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 ഈ ഒരു തരത്തിലേക്ക്, ഈ ഒരു തലത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റ് ആണത്. നാണം കെട്ടു പണം ഉണ്ടാക്കിയാൽ നാണക്കേട് ആ പണം തീർക്കും. നാണം കെട്ട് പണ്ഡിതരാണെന്ന് തോന്നുന്നു. നാണം കെട്ടു പണം ഉണ്ടാക്കിയാൽ നാണക്കേട് ആ പണം തീർക്കും. എന്ത് പണ്ടാറാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്കൊരു പിടുത്തമില്ല. പിന്നെ വളരെ മോശപ്പെട്ടതാണ്. പിന്നെ എല്ലാം ഊരിക്കളഞ്ഞിട്ട് നടക്കടി, എല്ലാവരെയും കാണിച്ച് നടന്നിട്ട് ആരെങ്കിലും കയറി പിടിച്ചാൽ പിന്നെ അത് പീഡനമാകും. നാശങ്ങൾ, ഇവക്കൊന്നും തന്തയും തള്ളയും ഇല്ലയോ അലവലാദികൾ. ആളുടെ പേരെന്താണ്? സരിത. ഫേക്ക് ആവാനാണ് സാധ്യത. ഓക്കെ, വല്ലവരും ഇങ്ങനെ വസ്ത്രമിട്ട് ധരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കയറി പിടിച്ചാലാവും പീഡനം എന്ന് പറയാം. ശരിയാണ്, കയറി പിടിച്ചാൽ പീഡനം എന്ന് തന്നെയാണ് പറയാറ്. അല്ലാതെ വേറെ വാക്കുകളൊന്നും ഇതിനെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ കയറി പിടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീടിന്റെ പുറത്തിറങ്ങാതിരിക്കുക, മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, TV കാണാതിരിക്കുക, അകത്ത് ഇങ്ങനെ എന്തെങ്കിലും മന്ത്രം ജപിച്ചിരിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിലേക്ക് ഇറങ്ങിയാൽ ഇത്തരം വസ്ത്രധാരണം നമ്മൾ ഒരുപാട് കാണും. ജനറേഷൻ ഗ്യാപ്പ് അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈയിടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ഏതൊരു തമിഴ് ചാനലിൽ നടന്ന ഒരു പരിപാടിയാണ്. അതിലൊരു വയസ്സായ ഒരു സ്ത്രീ പറയുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ വസ്ത്രധാരണം പുരുഷന്മാരെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു പ്രത്യേകതരം അട്രാക്ഷൻ തോന്നും. അത് നിങ്ങൾ ഈ മാറിടമെല്ലാം കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണെന്ന് പറയുന്നത്. ഇടത്തേക്ക് ആ ഒരു ചെറിയ പെൺകുട്ടി പറയുന്നുണ്ട്, നിങ്ങളുടെ വയറ് ഇപ്പൊ കാണുന്നുണ്ടല്ലോ, അതും ശരിയായൊരു നടപടിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതും കാണിച്ച് നടക്കുകയല്ലേ. അത് എടുത്തേക്ക് ആ സ്ത്രീ പറഞ്ഞത്, അത് ഞാൻ സാരി ഉടുത്തിട്ടാണ്, ചിലപ്പോൾ കൈയൊക്കെ പൊക്കണ സമയത്ത് അത് ചെറുതായിട്ട് കാണാം, പക്ഷെ അത് അപ്പം തന്നെ ഞങ്ങൾ നേരാക്കിയിടും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, ഫുൾ ടൈം അത് കാണിച്ച് നടക്കുന്നു എന്നുള്ളതാണ്. ആ പെൺകുട്ടിയുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അപ്പോൾ ആൺകുട്ടികൾ എന്ത് വസ്ത്രം ധരിച്ചാലും, ഒരു ട്രൗസറൊക്കെ ഇട്ട് നടന്നാൽ, ഒരു ഇന്നർ ടീഷർട്ട് ഇട്ട് നടന്നാലൊന്നും കുഴപ്പമില്ലല്ലേ? അടുത്ത ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിച്ചപ്പോൾ ആ ചോദ്യം ചോദിച്ച പെൺകുട്ടി ആകെ നാണം കെട്ടു എന്നുള്ളതാണ്. പുരുഷന്മാര് വസ്ത്രമില്ലാതെ നടക്കും, ഷർട്ട് ഊരി നടക്കും, നിങ്ങൾ നടക്കുമെന്ന്. അപ്പൊ ആ പെൺകുട്ടി ആകെ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. ഈ ഒരു വീഡിയോ വലിയ രീതിയിൽ ചർച്ചയാവുന്നു എന്നുള്ളതാണ്. സത്യം പറയിച്ച ആൺകുട്ടികൾ ഷർട്ടില്ലാതെ നടന്നോട്ടെ, അതിനെന്താ? പെൺകുട്ടികൾ ഷർട്ട് ഇടാതെയും ഇട്ടിട്ടും ഒക്കെ നടക്കട്ടെ. സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. മാറിടത്തിനെ ഒരു സെക്ഷൽ ഓർഗനായി മാത്രം കാണുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം ഇവിടെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഉള്ളിൽ തന്നെ 2 അഭിപ്രായമുണ്ട്. ഈ ഒരു വസ്ത്രധാരണം നല്ലതാണെന്നും ചീത്തതാണെന്നും. മതപരമായിട്ട് പല മതക്കാർക്കും ഈ ഒരു കാര്യത്തിനും വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പെൺകുട്ടി വളരെ മാന്യമായ രീതിയിലാണ് ഇതിനുള്ള മറുപടി കൊടുത്തത്. അതായത് ഈ കമന്റുകൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല, എൻ്റെ ജീവിതം ഞാൻ ചില്ലായി നടക്കട്ടെ എന്നാണ്. ഇതേപോലെ ഉള്ള തുണി ഉടുപ്പ് കേരളത്തിൽ മാത്രമല്ലല്ലോ, ഹോളിവുഡിൽ അഞ്ജലീന ജോളി ഇട്ടാൽ ഹോട്ട് ആൻഡ് സെക്സി, നാട്ടിൽ കണ്ടാൽ പിന്നെ പച്ച വ്യഭിചാരി, നീല വ്യഭിചാരി. പറഞ്ഞ പോലെ നമുക്ക് ലോകത്തെ ശ്രേഷ്ഠമായ പാരമ്പര്യം ആണല്ലോ അല്ലേ? അത് അടുക്കളപ്പുറത്തുള്ള സംസാരം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഓരോ വീട്ടിലും പോയി കേട്ടാൽ ആ നാട്ടിലെ മുഴുവൻ അന്തസ്സ് കേൾക്കാം.
പരദൂഷണത്തെ കുറിച്ച് പറഞ്ഞത്. അതെ, അഞ്ജലിന ജൂലിയൊക്കെ ഇത്തരം വസ്ത്രങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാ അന്തസ്. പക്ഷെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇദ്ദേഹം പറഞ്ഞ വളരെ വ്യക്തമാണ്. അടുക്കള പിന്നാമ്പുറത്തിരുന്ന് സംസാരിക്കുന്ന ആ ഒരു പരദൂഷണമാണ് ഇപ്പോൾ സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അയാളൊരു നല്ല രീതിയിലുള്ളൊരു കമന്റ് ഇട്ടത്. വൃത്തികെട്ട ജന്മങ്ങൾ, ചാണകത്തിൽ ചൂല് മുക്കി അടിക്കണം ഇവളെയൊക്കെ, എന്താണ് കണ്ടേച്ചാലും മതി എന്നൊക്കെ. ഇയാൾക്ക് ഇതല്ല ജിബിദി. ചില ആളുകൾക്ക് വർണ്ണമാകും പ്രശ്നം. അതാണ് ചില ആളുകൾക്ക് അയ്യോ അവരാ വസ്ത്രം ധരിക്കുന്നു, എനിക്കത് ധരിക്കാൻ കഴിയുന്നില്ല, എനിക്കത് ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ. സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണത്. കൂടുതൽ സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു വിചാരിച്ചിട്ടാണ് പല ആളുകളും ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കാത്തത്. ഞാൻ ഇനിയും തുണി ഇല്ലാതെ നടക്കും, എല്ലാവരെയും ഒന്നുമില്ലാതെ കാണിച്ചുകൊണ്ടേയിരിക്കും. അവർ കണ്ടു കമന്റ് ഇടട്ടെ. നീയൊക്കെ കേരളത്തിൽ എങ്ങനെയാണെങ്കിൽ വല്ല അമേരിക്കയിലും ആണെങ്കിൽ ആലോചിക്കാൻ വയ്യ. നിന്നെയൊക്കെ ഉണ്ടാക്കിയ തന്തയെയും തള്ളയെയും പറഞ്ഞാൽ മതി. സംസ്കാരം വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ പഠിപ്പിക്കാൻ മറന്നുപോയി, കഷ്ടം. സംസ്കാരം മാതാപിതാക്കൾ പഠിപ്പിച്ചു വിടുന്നതൊന്നുമല്ല. നിങ്ങൾ പല ആളുകളുടെയും ഒരു ധാരണ അതാ, സമൂഹത്തിൽ നിന്നും പഠിച്ച് എടുക്കുന്നതാണ് സംസ്കാരം. ആ ഒരു സംസ്കാരത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മനസ്സിൽ ഒരു വസ്ത്രം ഉണ്ടാവില്ല. ചിലപ്പോൾ ചില ആളുകൾ ഫുള്ള് മൂടി പർദ്ദ പോലത്തെ വസ്ത്രം, ചില ആളുകൾ എന്താ പറയുക ആഗ്രഹം, ചില ആളുകളുടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരി, അങ്ങനെ പല കാഴ്ചപ്പാടുണ്ടാവും. അത് നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ താല്പര്യവുമാണ്. അത് മറ്റുള്ള ആളുകളുടെ സംസ്കാരത്തിലേക്ക് നിങ്ങൾ കൂട്ടി തുന്നി ചേർത്ത് വെക്കേണ്ടതായിട്ടില്ല. അവരുടെ തന്തയും തള്ളയും കൊടുത്ത സംസ്കാരം എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ തന്തയും തള്ളയും കൊടുക്കുന്ന സംസ്കാരം മാത്രം വാങ്ങിയെടുക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല. സമൂഹം കൂടി, സൊസൈറ്റിയും കൂടി അതിന് ചെറിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ, അതേപോലെ ന്യൂ ജനറേഷൻ, ആ ഒരു ജനറേഷൻ ഗ്യാപ്പ്, ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. കുറെ അമ്മമാരും അമ്മായിമാരും പിന്നെ ഇതൊന്നും ഇഷ്ടമല്ലാത്ത മതപണ്ഡിതനാണ് എന്ന് ധരിക്കുന്ന കുറച്ച് ആളുകളാണ് ഈ പ്രശ്നക്കാര്. ശരിക്കും പറയണമെങ്കിൽ അങ്ങനെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും അവർക്ക് തയ്യാറല്ല കേട്ടോ, അതൊന്നും ഒഴിവാക്കൂല. ഇതൊക്കെ കാണും ചെയ്യും, ഇതിനുള്ള കമന്റ് കൊടുക്കും ചെയ്യും. പണ്ടൊക്കെ ഒരു മുല കാണാൻ വലിയ പാടായിരുന്നു, ഇപ്പോൾ മുല കൊണ്ടൊരു തല്ലാണ്. ഇതാണ് ഒരാളുടെ കമന്റ്. അക്ഷയ് പട്ടിക്കാട്. ഓ മൈ ഗോഡ്, കേരളത്തിൽ ജനിച്ച ആളുകൾക്ക് അവരുടെ ഇഷ്ടവസ്ത്രങ്ങളൊന്നും ധരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ആളുകൾ വന്നിട്ട് നല്ല വൃത്തിയുള്ള കമന്റ് ഇടും. ആ പെൺകുട്ടി പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് മറുപടി കൊടുക്കാൻ നിന്നുണ്ടെങ്കിൽ നല്ല പച്ച തെറി വിളിക്കേണ്ടി വരും. എന്തിനാടി നിന്റെ മുലകൾ വവ്വാൽ ചപ്പിയ മാതിരി, എന്താടി നിന്റെ മുലകൾ വവ്വാൽ ചപ്പിയ മാതിരി. ഉണ്ണികൃഷ്ണൻ പൂനം മരത്തിലോ ഏതോ ഒരു മരത്തിൽ, പൂമരത്തിൽ, സോറി ട്ടാ, പൂമരത്തിൽ. നിർത്തടി പോയി തുണിയടിക്കടി പ്രസന്ന. ഞാൻ എൻ്റെ ഇഷ്ടം, ഞാൻ എങ്ങനെയൊക്കെ നടക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നിയമപരമായി ഒരു മണ്ണാങ്കട്ടയും ചെയ്യാനില്ല. എങ്കിൽ ഇത് ഒരു ആണായിരുന്നുവെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? ദയനീയം പരിഷ്കൃത കാലമേ. ആണാണെങ്കിൽ എന്താ, ആണിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നടക്കട്ടെ, ഷർട്ട് ഇടാതെ നടക്കും, ട്രൗസർ ഇട്ട് നടക്കും, സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ എന്ത് നടന്നാലും ആർക്കും കുഴപ്പമില്ല. പെൺകുട്ടികളാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ പ്രശ്നം. അതെന്താണെന്ന് എനിക്കറിയില്ല. മുലയുടെ ഞെട്ട് കാണിക്കാമായിരുന്നു എന്നാണ് സുനിൽ ഫേക്ക്. എനിക്ക് ഒരു പരാതിയുമില്ല. അതായത് ആ പെൺകുട്ടിയെ ഒന്ന് ട്രോൾ ചെയ്തതാണ്. ഇവൾക്ക് ഒരു കച്ച വാങ്ങി കൊടുക്കുക, എല്ലാം കാണിച്ച് നിൽക്കാതെ കച്ച വാങ്ങി കൊടുക്കണം. അതായത് മറ്റേ സാധനമാണ്, ഏതൊരു അമ്മാവനാണ്, ആ അമ്മാവൻ തന്നെ, ജോർജ് മത്തായി എന്ന് പറയുന്ന ഒരു അമ്മാവനാണ്. നെഗറ്റീവ് കമന്റ് ഇടാതിരുന്നാൽ ആണ് അതിശയം. നെഗറ്റീവ് കമന്റ് ഇടാതിരുന്നാലും അതിശയിക്കാനൊന്നുമില്ല. നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇതിനൊക്കെ കാത്തിരിക്കുകയാണ്, ഇതൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം വന്ന് കമന്റ് ഇടാൻ വേണ്ടിയിട്ട്. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ ട്രോള്. ഓക്കെ, ഇതുപോലെ കുറെ എണ്ണം തുണിയില്ലാതെ വരും. അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവർ നെഗറ്റീവ് പറഞ്ഞു എന്നായി. ബ്രസ്റ്റ് എന്ന ഓർഗൻ ഒരു ആക്സസറി സെക്സ് ഓർഗൻ ആണ്. പ്രൈവറ്റ് പാർട്ട് എങ്ങനെ കവർ ചെയ്യുമോ അതുപോലെ തന്നെ ഈ പാർട്ടും മുഴുവനായും കവർ ചെയ്യണം. ഈ പകുതി എക്സ്പോസ് ചെയ്യുന്നത് എന്തിനാ? റോസ്മിൻ മറിയ വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ചോളൂ കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സെക്സ്വൽ ഓർഗൻ മാത്രമാണ് ഈ പറയുന്ന ബ്രസ്റ്റ് എന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണത്. അതൊരു സെക്ഷൽ ഓർഗൻ മാത്രമാണ്. എല്ലാവരുടെ ശരീരത്തിലും പലതരം ഓർഗൻസ് ഉണ്ടല്ലേ, അതുപോലെ തന്നെ സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഒരു ബ്രസ്റ്റ്, അത് ഏത് സിറ്റുവേഷനിലാണ് സെക്ഷൽ ഓർഗൻ ആവുന്നത്, അത് ഏത് സിറ്റുവേഷനിലാണ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന് അത് കാരണമാവുന്നത് എന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ കാണുന്ന ആൺകുട്ടികളെ
അല്ലെങ്കിൽ ഇത് കാണുന്ന ആണുങ്ങൾ കമന്റ് ഇടുന്നുണ്ട് ചില, അല്ലെ? അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ എന്തോ ഇട്ടതാണ്, അതിന് ഫേക്ക് ആവും ചിലപ്പോൾ. നസ്രിയയുടെ ഒക്കെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ്, അപ്പൊ ഫേക്ക് തന്നെ ആണെന്നാണ് പറയണത്. പോയി ബ്രാ മേടിച്ച് ഇടടി മൈ, ഒരാളുടെ കമന്റ്. നെഗറ്റീവ് കമന്റ് കൊണ്ട് മാത്രമാണ് ഈ മറുതകളൊക്കെ വൈറലായി പിടിച്ചു നിൽക്കുന്നത് തന്നെ. ശരിയാണ്, ഈ നെഗറ്റീവ് കമന്റുകൾ കൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ കുറെ ആളുകൾ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ് ഇടാതിരുന്നാൽ മതി. നിങ്ങൾക്കൊരു സംഭവം ഇഷ്ടമാവുന്നില്ല എങ്കിൽ ഒഴിവാക്കി വിട്. അത് കണ്ടത് ആസ്വദിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് സൂമം ചെയ്ത് നോക്കി അതിനെ മറ്റുള്ള വൃത്തികെട്ട രീതിയിൽ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചതാണ്. പുതിയ ജനറേഷൻ അവരിഷ്ടമുള്ള രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യയിൽ നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പെട്ടതൊക്കെ തന്നെയല്ലേ ഇവർ ചെയ്തിട്ടുള്ളൂ. വിദേശത്തുള്ള ഏതെങ്കിലും ഒരു വനിത, ഏതെങ്കിലും ഒരു സിനിമാ നടി, സെലിബ്രിറ്റി ഒക്കെ ഇത്തരം വസ്ത്രങ്ങൾ, അല്പവസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ചൊറിഞ്ഞ് മാന്തി പൊട്ടിക്കുന്നത് എന്ന് പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഒരൊറ്റ കുഴപ്പം കൊണ്ട് മാത്രമാണ് നിങ്ങളിത് കാണുന്നത്. അൺഫോളോ ചെയ്ത് ഒഴിവാക്കി വിടുക. അതൊക്കെ വേണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുക, ആസ്വദിക്കാനാണെങ്കിൽ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. അല്ലാതെ ആ ഒരു പെൺകുട്ടിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും എന്ന് വിളിക്കേണ്ടതോ അവരുടെ ശരീരത്തിനെ ഈ ഒരു രീതിയിൽ വർണ്ണിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കമന്റ് ഇടുക എന്നുള്ളതാണ്. പക്ഷെ അത് മറ്റുള്ള ആളുടെ തലയിൽ വീട് വെച്ചിട്ട് താമസിക്കുന്ന പോലെ ആവരുത് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇനിയും വരും, ഇത്തരം കമന്റുകളും ഇനിയും വരും. അതൊരിക്കലും അവസാനിക്കില്ല. അപ്പൊ നമ്മൾ പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും വരും. അതുവരേക്കും ദിസ് ഈസ് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.